കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്കിന്ന് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയണേ ഭഗവാനെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ 8 മണി വരെ കിടന്നുറങ്ങിക്കോളും. എന്നിട്ട് പരീക്ഷ ദിവസം ഇങ്ങനെ എന്ന് പ്രാർത്ഥിക്കും. ഏട്ടൻ നോക്കിക്കോ, പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും കൃഷ്ണൻ കൊണ്ട് തരും. പിന്നെ കൃഷ്ണ പണി പരീക്ഷ എഴുത്തല്ലേ. അതുമല്ല, പുള്ളിക്കാരൻ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു എന്നാ മറ്റേ കക്ഷി പറഞ്ഞത്. ആര്? പുള്ളിയുടെ മമ്മി യശോദ. അച്ഛാ, ഇത് കേട്ടോ ഏട്ടൻ പറയണത്? ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമെന്ന്. തോൽക്കുന്നവൻ പറഞ്ഞില്ലല്ലോ. കൃഷ്ണൻ മാത്സിൽ വീക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഏട്ടന്റെ സൈഡാ. ഐ എം സോറി. ചെല്ല്, എൻ്റെ മോള് ചെല്ല്. നിനക്ക് നന്നായി എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു. ഓക്കെ? താങ്ക്സ് അച്ഛാ. സമയങ്ങളാതെ വേഗം വന്ന് കേറ്. അരമണിക്കൂർ നേരത്തെ എത്തി ആ പുസ്തകം ഒന്നുകൂടി മറിച്ചു നോക്കാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അമ്മ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പറയുന്നത് കേട്ടോ തോന്നും വലിയ പ്രൊഫസറായിട്ടിരിക്കുമെന്ന്. പഠിക്കാൻ പോവാതെ കണ്ട ഗിറ്റാറിന്റെയും വയലിന്റെയും ഒക്കെ കമ്പിയും ചരണം മുറുക്കി നടക്കുക. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിന്റെ പേനയുടെ തുമ്പിൽ വരും. ഞാനും ഒന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ നിനക്ക് വേണ്ടിയാ. നന്നായി എഴുതുക. മുഴുവൻ മാർഗം നിനക്ക് കിട്ടും. ആഹാ, ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന ആൾക്കാരും ഉണ്ടോ? ഇതെൻ്റെ അച്ഛൻ തന്ന സ്വത്താ. കാലം കുറേ ആയേ ഇവനെ ഉപയോഗിച്ച് പാടാൻ തുടങ്ങിയിട്ട്. ഇവനെ ഒന്ന് നന്നാക്കാൻ കൊടുക്കാമെന്ന് വെച്ചാൽ അന്നത്തെ കഞ്ഞൂടി മുട്ടും. എന്നാ ഈ പൈതൃക സ്വത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. തൊടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു സ്വരത്തിൻ്റെ കുറവ് കണ്ടുപിടിച്ച ആൾക്ക് ഇത് തൊടാം. ഇനി ഒന്ന് വായിച്ചു നോക്കി. ചേട്ടനാള് കൊള്ളാലോ. അതിൻ്റെ ഇടയ്ക്ക് അതും ക്യാച്ച് ചെയ്തു. ജോലി ചെയ്യുന്നതിന് മുമ്പ് കൂലി ചോദിച്ചു വാങ്ങുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഒരാളോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്റെ ഡയാനയുടെ വയലിൻ ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ? ഫോൺ ചെയ്താൽ ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞ് ആളെ വട്ടം കറക്കുക. ഇവിടെ വന്ന് നോക്കിയാലോ, ഒരു പണിയില്ലാണ്ട് ഈച്ചയും പിടിച്ചിരിക്കുക. അല്ല, ഇവിടെ ഒന്നും വേറെ കടയില്ലാന്ന് വെച്ചുള്ള അഹങ്കാര. സർ, വെറുതെ ഒച്ച വെക്കല്ലേ. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. പ്ലീസ് സിറ്റ് ഡൗൺ. പ്ലീസ് സിറ്റ് ഡൗൺ. അടങ്ങിയതാ. സാറിനൊരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടോ? സർ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഇരിക്കാം പ്ലീസ്. കൊണ്ടവൻ്റെ ഒക്കെ വായി കിടക്കുന്നത് കേൾപ്പിക്കാനായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാ റാസ്കൽ കാരണം വരട്ടെ ഇങ്ങോട്ട്.
ഐ എം ഗോയിങ് ടു കിൽ ഹിം. ഇഡിയറ്റ്. ഏ? ഓ നോ 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 നോ. ഞാൻ അവനെയാ പറഞ്ഞത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഇടിയെ? ആ, ആ, ആ. ഇതാ പറഞ്ഞത് ചെറുപ്പക്കാരെ ജോലിക്ക് വെക്കരുതെന്ന്. നേരം വെളുത്താ കുളിച്ച് കുറിയിട്ട് ഏതെങ്കിലും വിമൻസ് കോളേജിന്റെ മുമ്പിൽ ചെന്ന് പല്ലിടിച്ചോണ്ട് നിൽക്കും. എന്നിട്ട് സെൽഫോൺ എടുത്ത് കാതിൽ വെച്ച് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഫോണിലുള്ള കാശ് തീരുന്നത് വരെ കുറുകിക്കൊണ്ടിരിക്കും. അതെ സർ, യു ആർ റൈറ്റ്, യു ആർ. എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വൈകി എത്തി ഓരോരോ ന്യായങ്ങൾ നിരത്തും. 1 സെക്കൻഡ് സർ. എന്താടാ നീ വിചാരിച്ചത്? ഒരു പണിക്ക് വരുന്ന നേരം ഇത്? ചുമ്മാ. നീ കാരണം എന്റെ പേര് കൂടി ചീത്തയാവും അല്ലേ സർ? ആ, എന്താ സംശയം? ആ, എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു ഇയാളുടെ വീട്ടിൽ പോയി ആ വയലിനൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്താ? അവന് വല്ല കൂസലുണ്ടോ നോക്കിയേ. ഇവൻ ശരിയാവുന്ന തോന്നണില്ല. നിങ്ങൾ വേറെ ആളയക്കണം മിസ്റ്റർ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങളുടെ വയലിൻ ശരിയാക്കിയിട്ടുണ്ട്. ആ, ഡോക്ടേഴ്സ് കോളനിയിലും ഡയനോസറിനെ ഇത് വിടല്ലേ? ഡയനോസറോ? ഡയനോസർ അല്ലടോ, ഡയാന, എന്റെ ഭാര്യയുടെ പേരാ. നമുക്ക് വയലിനൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ 800 രൂപയിൽ 600 രൂപയെ തന്നിട്ടുള്ളൂ. what? 200 rupees ബാലൻസ്. ഞാൻ തരാം ബാലൻസ് ഞാൻ തരാം. ഒരു 45 രൂപയുടെ കുറവുണ്ട്. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. തടാ. പോ പോ പോ. ഒന്ന് മാറി.